ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ പഴയ ഒരു ടെൻറ്റ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ടെൻറ്റ് വീഡിയോ ചെയ്യാൻ വന്നപ്പം നമ്മൾ വന്നിരിക്കുന്നത്, നമ്മൾ കുറേ റോഡിൽ നിന്ന് കുറേ കയറി വന്നു. ഇതിൽ നേരിട്ട് കയറി വന്നു കഴിഞ്ഞാൽ നല്ല കയറ്റമാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് ഷോട്ട് ചെയ്തിട്ട് അതുവഴിയാണ് കയറി വന്നത്. ഇനി നമുക്ക് അവിടെ മേളിലൊരു തെളിഞ്ഞ സ്ഥലമുണ്ട്, അവിടേക്ക് പോകാം. അവിടേക്ക് പോയി ടെൻറ്റ് അടിച്ച് ടെൻറ്റ് പിച്ച് ചെയ്തിട്ട് നമുക്ക് അവിടുത്തെ വീഡിയോ കുറച്ച് നേരമൊക്കെ എടുത്തിട്ട് പോകാം. രാത്രി കിടക്കാം, കാരണം മഴക്കാലം ആയതുകൊണ്ട്. നമുക്ക് തന്നെയല്ല, നമുക്ക് പാചകം ചെയ്യാനുള്ള നമ്മുടെ സംവിധാനങ്ങളൊന്നും ഇപ്പം വർക്കിംഗ് അല്ല. കാരണം നമ്മൾ കുറേ നാളായില്ലേ ടെൻറ്റ് വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ടാണ്. എനിവേ, എന്തായാലും നമുക്ക് നല്ല രീതിയിലൊരു കുറച്ച് നേരം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങളോട് കുറച്ച് സംവദിച്ച്, അത് 7ാം സീസൺ തുടങ്ങിയല്ല, നമ്മൾ കുറച്ച് നാൾ വീഡിയോ ഇല്ലാതിരുന്നു. ടെൻറ്റ് വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷമായി. അതുകൊണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് ടെൻറ്റ് വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടെൻറ്റ് വീഡിയോ ചെയ്ത് നമുക്ക് തൽക്കാലം കഴിഞ്ഞ 2 ദിവസം 2 വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഈ ടെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ പറയണം. തുറന്ന് ടെൻറ്റ് വീഡിയോ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. കാരണം ദൂരെയൊക്കെ പോയിട്ട് നമുക്കിപ്പോൾ ദൂരെ യാത്ര പറ്റാത്തതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ മഴക്കാലമാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ ക്യാമറ അത്ര സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിൽ. അതൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവുണ്ടാകും. അതൊന്ന് എനിവേ, എന്തായാലും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ടെൻറ്റ് വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നെങ്കിൽ മാത്രമേ നമ്മൾ പിന്നീടുള്ള വീഡിയോകൾ ചെയ്തിട്ടുള്ളൂ. ദൂരെയൊക്കെ പോയി ടെൻറ്റ് വീഡിയോ അടിക്കുന്നത്, പക്ഷെ പലർക്കും ടെൻറ്റ് ചെയ്താൽ നമുക്കത് എന്താണ് ഭൂമി, സർക്കാരിൻ്റെ ഭൂമിയാണോ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണോ എന്ന് അറിയാൻ വയ്യാത്തടത്താകുമ്പോൾ നമുക്കിതിൻ്റെ കേസൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ദൂരെയൊക്കെ പോയി ടെൻറ്റ് അടിക്കാൻ ഇപ്പം മടിക്കുന്നത്. ഇനി എന്തായാലും ഈ ടെൻറ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കുറച്ചൊരു ടെൻറ്റ് വീഡിയോ, കുറച്ച് 1-2 വീഡിയോകളൊക്കെ ടെൻറ്റിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ താല്പര്യമുണ്ട്. നമുക്ക് 1-2 സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ഇനി മഴ ചാറുന്നുണ്ട്. മഴ നല്ലപോലെ കൂടുന്നതിന് മുമ്പ് നമുക്ക് ടെൻറ്റ് ഫിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് പണിയാവും. എന്തായാലും നമുക്ക് മേലോട്ട് പോകാം. ഈ കാടുള്ള ഈ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല തെളിഞ്ഞടക്കുന്ന സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പേടിക്കണം. ഇതിലേക്ക് നമുക്ക് കയറി ചെയ്യാം. ഇതിലേക്ക് പോകാൻ വേറെ വഴിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ പാടാണ്. ഇപ്പം നമുക്കിത് ഈ വഴിയിലൂടെ കയറി പോയി ചെയ്യാം. തെളിഞ്ഞടക്കമാണല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. അയ്യോ, നമ്മുടെ ടെൻറ്റും എല്ലാം കൂടെ താഴെ പോയി ഗൈസ്. അപ്പോൾ നമുക്ക് തപ്പിയെടുക്കാം. അതേ, നമ്മൾ ബാഗിൻ്റെ മുകളിൽ ഇട്ട രീതി ഞാൻ പറഞ്ഞില്ല, എല്ലാം ഈ ടെൻറ്റ് കൊണ്ടുപോകുന്ന രീതി പോലും സത്യത്തിൽ മറന്നുപോയി എന്നുള്ളതാണേ. എന്തായാലും ഇതിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പുറത്താണ്ട് ഒരു ടവർ വരുന്നുണ്ട് കേട്ടോ. ടവറിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നത്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വർക്കിലേക്ക് തന്നെ പോകാം. റബ്ബർ തോട്ടമാണ്, റബ്ബറൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ തോട്ടമാണ്. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, മഴക്കാലമൊക്കെ അല്ലേ. ആദ്യം വന്ന് കണ്ടാലൊന്നും പറയത്തൊന്നുമില്ല. നമുക്ക് അറേഞ്ച് ചെയ്യും, കുഴപ്പമില്ല. ഇനി എന്തായാലും നമുക്കിവിടെ ഒരു ടെൻറ്റ്, ഇവിടെ ഞാൻ നേരത്തെ ടെൻറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യം ക്യാമറ ഒന്ന് സേഫാക്കി വെക്കട്ടെ. ക്യാമറ സേഫാക്കി വെച്ചില്ല വെള്ളം വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പണിക്കെട്ടും വരും. അതിൻ്റെ വെള്ളത്തുള്ളി വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ സേഫാക്കി വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ.
ഫ്രണ്ട്സ്, ടെൻറ്റ് ചെയ്യുന്ന രീതി പോലും മറന്നു കേട്ടോ. നമ്മൾ കുറേ നാളായില്ലേ ടെൻറ്റ് അടിച്ചിട്ട്. നമ്മളെല്ലാവരും കയറി മസ്കിറ്റോ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബാഗ് അവിടെ എടുക്കണം ഇനി ഇറങ്ങിയിട്ട്. സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് രാത്രി വേണമെങ്കിൽ ടെൻറ്റ് സ്റ്റേ ചെയ്യാം. പക്ഷേ രാത്രി നമ്മളിന്ന് ടെൻറ്റ് സ്റ്റേ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമുക്ക് ടെൻറ്റ് കുറേ എടുത്തിട്ട് കുറേ നാളായതുകൊണ്ട് തന്നെ ചോരാനുള്ള സാധ്യത കൂടുതൽ കേട്ടോ. ആകാശമൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ മസ്കിറ്റോ നെറ്റ് ഇട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ എന്തിനകത്ത് കൊതുക് കഴിഞ്ഞാൽ രക്ഷയില്ല, അറിയാമല്ലോ. എന്നിട്ട് ഒരു കൊതുകൊക്കെ ഇതിൻ്റെ വണ്ടി കൂടെ പറക്കുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ നല്ല മഴ പ്രതീക്ഷിച്ചാണ് ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ട്രെയിനിനകത്ത്. പിന്നെ മറ്റേ നമുക്ക് അവർ നമ്മൾ ഇട്ടിട്ടില്ല, അവരിടാതെ മസ്കിറ്റോ നെറ്റ് മാത്രം ഇട്ടില്ല. വെട്ടം ഒട്ടും കിട്ടുന്നില്ല. ഇതുണ്ട് അത് പ്രത്യേകിച്ച് നമുക്ക് ടെൻറ്റ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മൂഡൊക്കെ വരും. സത്യത്തിൽ ഇന്ന് കൃത്യമായിട്ട് ഒന്നുമില്ല, വെറുതെ ഒരു ടെൻറ്റ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഈ ടെൻറ്റ് വല്ലപ്പോഴും ഉപയോഗിച്ചില്ല. ടെൻറ്റ് പോയോ അതിൻ്റെ നമുക്ക് പ്രധാന യാത്രയിലേക്കൊക്കെ പോകുമ്പോൾ ടെൻറ്റിൻ്റെ ആ അവസ്ഥ എന്താ നമുക്കറിയത്തില്ലെങ്കിൽ എടുത്തുകൊണ്ടെങ്കിൽ നമ്മൾ പോകത്തേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ നമ്മൾ എടുത്തുകൊണ്ടെങ്കിൽ പോരുമായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇതുണ്ടോ ഇതൊക്കെ രണ്ട് ഇതുണ്ടോ കുത്തുകളൊക്കെ വീണിട്ടുണ്ട്. ഈ ഇരട്ടവാറിൻ്റെ അക്രമത്തിലുണ്ടായിരുന്നു. അതൊക്കെ ചോരുന്ന കുത്താണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ടെൻറ്റ് നല്ല ടെൻറ്റായിരുന്നു. 1500 2000 രൂപയ്ക്ക് മേടിച്ച 2000 രൂപ അടുത്ത് മേടിച്ച ടെൻറ്റാണിത്. പക്ഷേ നമുക്ക് ഇത്രയും നാളായിട്ട് ഇത് ചോർച്ചൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല. എനിവേ എല്ലാവരും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും ടെൻറ്റ് വീഡിയോ ഇന്ന് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. നമുക്ക് നോക്കാം. നല്ല മഴയൊക്കെ വന്നിരുന്ന നല്ല രസമാണ്. ഇത് കട്ടൻ ചായ ഒന്നും അനക്കുന്നില്ല. ടെൻറ്റ് വെച്ചൊന്നും പാചകം ഒന്നുമില്ല. ചായയൊക്കെ അതിനകത്ത് നമ്മൾ കുടിക്കാറുണ്ട്. ഒന്നും നമുക്കിന്നില്ല. എന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെൻറ്റ് ചെയ്തിട്ട് ടെൻറ്റ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ വിടുക എന്നുള്ളതാണ്. നേരെ വീട്ടിൽ പോവുക, ഉറങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ടെൻറ്റിനകത്ത് കിടക്കുക ഒന്നും ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കത്തില്ല. അപ്പം ഇവിടെ നമ്മൾ ഈ ടെൻറ്റിനകത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് നല്ല വ്യൂ ഉള്ള ഒരു 1-2 സ്ഥലങ്ങൾ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോ എങ്ങനെ സ്വീകരിക്കപ്പെടും, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നല്ല പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായും നമ്മൾ അവിടെയൊക്കെ പോയി ടെൻറ്റ് അടിക്കും. അതൊക്കെ വലിയ പ്രശ്നമുള്ള ഏരിയ അല്ല, നമ്മൾ അന്വേഷിച്ച് അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ ഈ ടീഷർട്ട് ഉണ്ട്, നമ്മൾ ട്രാവലിന് വേണ്ടി മേടിച്ച ടീഷർട്ടാണ്. ഏകദേശം 2-2.5 മാസമായി നമ്മൾ മേടിച്ച ഈ ടീഷർട്ട് വെച്ചിട്ട്. പക്ഷേ ഇതുവരെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം നമ്മൾ യാത്ര ചെയ്യുന്നില്ലായിരുന്നു. നമുക്ക് യാത്രയ്ക്ക് ക്യാമറയുടെ മൗണ്ട് ഇത് വാട്ടർ പ്രൂഫ് കേസ് പൊട്ടിയപ്പോൾ തന്നെ നമ്മുടെ യാത്ര ഇതായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ആ ഒരു മൂഡങ്ങ് പോയി യാത്രയുടെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മഴയത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം തന്നെ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം മഴത്തുള്ളിൽ വീഴാതെ നമ്മൾ എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടാണ് ക്യാമറ സംരക്ഷിച്ചത്. ഇനി ഏതെങ്കിലുമൊക്കെ ഒരു തുള്ളി മഴ വീണിട്ടുണ്ടെങ്കിൽ അത് സൗണ്ടിനും മറ്റ് ക്യാമറയുടെ ക്ലാരിറ്റിക്കും ഒക്കെ വിഷയം ഉണ്ടാവും. അതൊക്കെ ഒരു വലിയ വിഷയം. ഈ ക്യാമറയുടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ കാര്യത്തിൽ പിന്നീട് വലിയ ടാസ്ക്കാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുമെന്നില്ല. ഈ കഴിഞ്ഞ ഇപ്പം സത്യത്തിൽ ഇത് 7ാമത്തെ വർഷമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. 7 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഏകദേശം 10 കുറേയേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലുണ്ട് 600 വീഡിയോയോളം ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് മറ്റു പല കാരണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറേ ബാക്കിയുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കിടക്കുന്നു. അപ്പം എല്ലാവരും കാണുന്നവരൊക്കെ ചാനലിലൊക്കെ ഒന്ന് സന്ദർശിക്കുക, വീഡിയോകളൊക്കെ ഒന്ന് കാണുക. കാണാത്തവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ പോയി കാണുക. രസമല്ലേ? സീസൺ 7 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സീസൺ 7 ഞങ്ങൾ ഒരു വനയാത്രയിലാണ്. ഞാനും വനയാത്ര മനോഹരമായൊരു വീഡിയോ ചാനലിലുണ്ട്. പിന്നീട് വന്നൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പന്നി അതൊക്കെ വന്നു. അതിനുശേഷം നമുക്ക് ഒരു മയിലുകളുടെ ഒരു കൂട്ടം തന്നെ നമ്മുടെ നാട്ടിലോട്ട് എത്തിയിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ കാര്യമായി സംസാരിക്കും. വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ പുറത്തിരിക്കുന്ന മയിലിനെ എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ പന്നിയും മയിൽ അങ്ങനെ വന്യമൃഗങ്ങൾ, അത് വനത്തിൽ പോയാൽ മാത്രം കാണാൻ പറ്റുന്ന കുറേ ജീവികൾ. പണ്ടൊക്കെ മയിലൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു മയിലെങ്ങാനും കണ്ടാലായി എന്നുള്ളതേ ഉള്ളൂ. കണ്ടിട്ടില്ല, 1-2 തവണയാണ് നമ്മൾ നാട്ടിലെ ഈ മയിൽ കണ്ടത്. നമുക്കൊന്നും ഏകദേശം 10-60 കിലോമീറ്റർ ദൂരത്ത് താമസിക്കണം നമുക്ക്. മയിലൊക്കെ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്. പന്നികൾ മയിലൊക്കെ വന്നിരിക്കുകയാണ്.
ഇനി അടുത്ത് എന്താണ് വരുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും രസമുണ്ട്. ഈ മയിലിന് ഇപ്പോൾ ആൾക്കാരുമായിട്ട് നല്ലപോലെ അങ്ങ് ഇതായി. അത് ഒന്ന് പറന്ന് ദൂരോട്ടൊന്നും പോകുന്നൊന്നുമില്ല. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തൂടെ ഒക്കെ പോകുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം മനുഷ്യനായിട്ടാണെങ്കിൽ ഒരുപാട് പട്ടികൾ, നമ്മുടെ നാട്ടിലെ ഡോഗ്സ് ഉണ്ട്, ഈ തെരുവ് നായ്ക്കൾ നല്ല രീതിയിൽ ഇതിനെ ഓടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇത് പാനിക്കായിട്ട് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ചാടി പറഞ്ഞു. അപ്പം ഇനിയും മയിലിൻ്റെ വീഡിയോ രസമുണ്ട്. മയിലൊക്കെ നല്ല രസമല്ലേ കാണാനല്ലേ? നാട്ടിലൊക്കെ പോയി മാത്രം കാണുന്ന മയിലുകൾ നമുക്കൊക്കെ കൗതുകമായിരുന്നു. നമ്മൾ ഈ അച്ചൻകോവിൽ റൂട്ടിലൊക്കെ പോകുമ്പോൾ മയിലിനെ കാണുമ്പോൾ വലിയ കൗതുകത്തോടു കൂടിയാണ് മയിലെന്ന് പറയാൻ നിൽക്കുന്നത്. പക്ഷെ അത് നമ്മുടെ അടുത്ത് പോലും എടുക്കത്തില്ല, പറന്നു പോകുമായിരുന്നു, ഓടിപ്പോകുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ്. അപ്പോൾ ഇനി എന്താണ്, ഇനി അതുപോലെ വരാൻ സാധ്യതയുള്ള പുലിയൊക്കെ വരും, കടുവ, ആനയൊക്കെ ഇങ്ങോട്ട്, കാട്ടാനകളൊക്കെ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. ആനയ്ക്കൊരു ടാസ്ക്കാണ്. പക്ഷേ അവരത് ഓപ്പൺ ചെയ്ത് വരട്ടെ, നമുക്ക് കാണാമല്ലോ, അടുത്ത് കാണാമല്ലോ. എന്ന് പറഞ്ഞിട്ട് അതിനൊരു പേരൊക്കെ കിട്ടുന്ന വീട്ടിൽ. ഇപ്പം എന്താണ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. മഴക്കാലമാണ്, വളരെ സുഖം. വെള്ളച്ചാട്ടങ്ങളൊക്കെ സമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചല്ല ഇതുവരെ ഈ വർഷം നമുക്ക് നടന്നിട്ടില്ല. ഇനി എന്തായാലും നമ്മൾ ഈ മഴക്കാലം പെയ്യുന്നതിന് മുമ്പ് മാക്സിമം കാഴ്ചകൾ കൊണ്ടുവരും എന്ന് വിചാരിക്കാം. എൻ്റെ മയിൽ അലയ്ക്കുന്ന സൗണ്ട് കേട്ടോ. വീഡിയോ ഈ ഭാഗത്ത് എവിടെയോ ഉണ്ട്, വീഡിയോ ഇന്ന് അലയ്ക്കുകയാണ്. അപ്പം മഴ ചെറുതെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മരത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന മരത്തുള്ളിയാണ് തെന്നിൻ്റെ മുകളിൽ നോക്കാം. നനയൊന്നും നോക്കി നമുക്ക് പോകാം. അപ്പം എന്തായാലും ഒരു കാര്യമുണ്ട്, ഇന്നിപ്പം ടെൻറ്റ് വീഡിയോ നമ്മൾ ചെയ്തു. ടെൻറ്റ് വീഡിയോയുടെ കാഴ്ചകൾ എല്ലാവരും കാണുക. അടുത്ത യാത്ര ഉടനെ തന്നെ ഉണ്ടാവും. ഇന്ന് ലൈവ് വരണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്നൊരു ടെൻറ്റിനകത്തൊരു ലൈവ് വരണം എന്ന് നടക്കാത്തത്. ലൈവും അവസാന നിമിഷം ലൈവും വേണമെന്ന് വെച്ചു. കാരണം അത് കൃത്യമായിട്ട് മുന്നറിയിപ്പില്ലാതെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങൾ ചെയ്യുന്ന ലൈവായുണ്ട് നമുക്കൊന്നും ആരും കാണാൻ കഴിയില്ല. അതേസമയം മറ്റു പലരുടെ ലൈവൊക്കെ ആണെങ്കിൽ ഈസിയായിട്ട് കാണാൻ വെച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒന്നും കുറ്റം പറയുമല്ല, അവരുടെ കഴിവാണ്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് പരസ്യമൊക്കെ ചെയ്ത് നമ്മൾ ലൈവ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യൂട്യൂബ് ഫാമിലി സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിലുള്ളവർ കുറച്ച് പേരൊക്കെ വന്നാൽ ഭാഗ്യം എന്നേ പറയാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പെട്ടെന്നൊരു ലൈവ് ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്നതുകൊണ്ടാണ് ഇപ്പം ലൈവ് ചെയ്യാത്തത്. ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. അപ്പം ഈ ടെൻറ്റ് വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത് തന്നെ ഇന്ന് നമ്മൾ മനസ്സിൽ വെച്ചിരുന്ന യാത്ര നടക്കാതെ പോയത് കൊണ്ടാണ് ടെൻറ്റ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈവ് നേരത്തെ ഒന്ന് അറിയിക്കാതിരുന്നതും അതുകൊണ്ടാണ്. ഇന്ന് യാത്ര ചെയ്യാൻ പറ്റും, അങ്ങനെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ലൈവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഒരു ടെൻറ്റ് വീഡിയോ ചെയ്ത് ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് വളരെ ഒരു ആവശ്യം എന്ന രീതിയിലാണ്. കാരണം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ചെയ്യും. ഇതിൻ്റെ കളോ ടെൻറ്റിന് പുറത്ത് ഭയങ്കര കൊതുകാണ്. ഈ മസ്കിറ്റോ നെറ്റ് അടച്ചതിന് ശേഷം ഒറ്റ കൊതുകത്തിട്ടില്ല. അതിന് മുമ്പ് കയറിയിട്ടുള്ളത് മാത്രമേ നമുക്ക് ടെൻറ്റിനകത്ത് കൊതുകരി ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കൊതുക് മാക്സിമം കയറാത്ത രീതിയിൽ വേണം നമ്മൾ ടെൻറ്റ് പിച്ച് ചെയ്യാൻ. അഥവാ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയുള്ളത് ഈ മസ്കിറ്റോ ബാറ്റ് മേടിച്ച് കഴിഞ്ഞാൽ മറ്റു ഡേഞ്ചറൊന്നുമില്ല. അതിനെ ഇതാക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ കിടന്നുറങ്ങും. രാത്രി കിടന്നുറങ്ങുന്നവർക്കൊക്കെ ഏറ്റവും വെല്ലുവിളിയുള്ള സമയം. പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പന്നികൾ സ്ഥിരമായിട്ട് പോകുന്ന വഴികൾ തെളിഞ്ഞു കിടക്കും. പന്നിത്താര, അങ്ങനെ പിന്നെ ടെൻറ്റ് പിച്ച് ചെയ്യുമ്പോൾ പിച്ച് ചെയ്യുന്നിടത്ത് പൊത്തുകളുണ്ടോ എന്നൊക്കെ നോക്കണം. പൊത്തുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടബന്ധികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് ഡേഞ്ചറാണ്. പിന്നെ മുളച്ച് നിൽക്കുന്ന കുറ്റി ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വേണം. അതൊക്കെ പകൽ പോയിട്ട് നമ്മൾ ടെൻറ്റ് അടിച്ചാൽ മാത്രമേ അതൊക്കെ നടക്കത്തുള്ളൂ. രാത്രി നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് ടെൻറ്റ് അടിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നോക്കി ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അപകടത്തിലേക്ക് പറ്റും എന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി എന്തായാലും ടെൻറ്റിൻ്റെ കാഴ്ചകൾ, ടെൻറ്റ് വീഡിയോയുടെ കാഴ്ചകൾ ഇനിയും ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റ് യാത്രാ വീഡിയോകൾ ഈ 7ാം സീസണിൽ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ മനോഹരമായ യാത്രകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനോഹരമായ വീഡിയോകൾ യാത്രയിൽ വരും. അതൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഇപ്പം പറയാൻ. നമ്മളുടെ പൊട്ടിയ മൗണ്ട് മേടിക്കാൻ കിട്ടുന്നില്ല. നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, മൗണ്ട് പൊട്ടി വാട്ടർ പ്രൂഫ് മൗണ്ട് കിട്ടും, അതുകൊണ്ട് യാത്ര ചെയ്യാം. മൗണ്ട് മേടിക്കാൻ കിട്ടുന്നില്ല. നമ്മൾ പലയിടത്തും തപ്പിയിട്ടുണ്ട്, മൗണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇച്ചിരി കാശ് കൂടുതലാണെങ്കിൽ പോലും മൗണ്ട് കിട്ടിയാൽ നമ്മൾ മേടിക്കും, പക്ഷേ അത് കിട്ടുന്നില്ല.
ഇന്നിപ്പം ഞാൻ തപ്പിക്കിട്ട് ഇച്ചിരി മുമ്പേ ഞാൻ തപ്പിയിട്ടിരിക്കുകയാണ്. അതുണ്ടോ ഇല്ല. അങ്ങനെ സംഭവം നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഒന്നും അവൈലബിൾ അല്ല ഇപ്പം. എന്തിനും ക്യാമറ ഇവർ ഇറക്കിയെന്നാണ് എനിക്ക് സംശയം. ഇതിൻ്റെ സ്പെയർ ഇല്ലാതെ എന്തിനും ക്യാമറ ഇറക്കുന്നത് മേടിച്ച് നമ്മൾ മണ്ടരായിട്ട്. പക്ഷേ ക്യാമറ നല്ലതാണ്, 4K ക്യാമറയാണ്. നല്ല ബാറ്ററി ബാക്കപ്പ് ഒക്കെ നല്ല കുറേ ഏറെ സമയം ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു സംഭവം വാട്ടർ പ്രൂഫ് മൗണ്ട് അടിച്ചുപോയെന്ന് പറഞ്ഞാൽ ധൃതി വെച്ച് യാത്ര ചെയ്തപ്പോൾ എടുത്ത് പാക്ക് ചെയ്ത കൂട്ടത്തിൽ പൊട്ടിപ്പോയത്. നമ്മുടെ കയ്യിലെ സൂക്ഷ്മക്കുറവ് കൊണ്ട് പറ്റിയതാണ്. പക്ഷേ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതൊന്ന് വേറെ ഒന്ന് മേടിച്ചത് ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും രൂപ കൊടുത്തൊരു ക്യാമറ മേടിച്ചപ്പോൾ അത് ഇനിയും നമ്മൾ വീണ്ടും ഒരു വർഷം ഇപ്പം 2 വർഷം ആവുന്നതേ ഉള്ളൂ ഈ ക്യാമറ മേടിച്ചിട്ട്. കുറേയേറെ വീഡിയോകൾ നമ്മൾ ഇത് ചെയ്തു. അപ്പം ഇനിയിപ്പോൾ കളയാനുള്ള ഒരു മനസ്സ് വരുന്നില്ല. അല്ലെ പുതിയ ക്യാമറ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി വെക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഈ ക്യാമറ മൗണ്ട് പൊട്ടിയിട്ട് ഇതിനെന്താണ് വേറൊരെണ്ണം മേടിച്ചുകൂടെ, വേറൊരു മൗണ്ട് മേടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നു. മറ്റ് ഈ ഗോപ്രോയുടെ അതുപോലുള്ള കമ്പനിയുടെ ഒക്കെ മൗണ്ട് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മാത്രം കിടക്കുന്നില്ല. അതൊരു പോരായ്മയാണ് ഈ കമ്പനി. അതായത് SJCam 300 എന്ന് പറയുന്ന ക്യാമറയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ കമ്പനിയുടെ ഒരു പോരായ്മയാണ്. ഇതൊന്നും ചാടിക്കയറി ഈ എടുക്കാതിരിക്കാൻ. നല്ല മൊഡ്യൂളാണ്. അത് കാരണം പ്രത്യേക ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന പ്രത്യേക ബാറ്ററി മൊഡ്യൂൾ ഉൾപ്പെടെയുള്ള ക്യാമറയാണ് അത്. സംഭവമൊക്കെ നല്ലതാണ്, അടിപൊളിയാണ്. ഒരു Insta 300 ഒക്കെ പോലെ ഉപയോഗിക്കാൻ നമുക്ക്. പക്ഷേ ബാറ്ററി ബാക്കപ്പും ഉണ്ട്. പക്ഷേ എന്താ സംഭവം ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് SJCam ഒക്കെ ഒന്ന് ചിന്തിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ക്യാമറകളൊക്കെ ഇറക്കി ഇങ്ങോട്ട് വിട്ടിട്ട് ആൾക്കാർ മേടിച്ചിട്ട് അവർ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കയ്യപ്പറ്റം പറ്റി സംഭവിച്ചാൽ ബാറ്ററി കിട്ടാനില്ല. ഇതിൻ്റെ ഈ നമ്മുടെ ഹെൽമെറ്റ് വെക്കുന്ന ക്യാമറ മൊഡ്യൂളിൻ്റെ ബാറ്ററി അത് വേറെ സ്പെയർ കിട്ടത്തേ ഇല്ല. ഇത് പോയി കഴിഞ്ഞാൽ ക്യാമറകളെ പിന്നെ ആ ഒരു വർക്ക് നടക്കത്തേ ഇല്ലെന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഈ ക്യാമറ കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എത്ര സൂക്ഷിച്ചാലും നമുക്ക് പ്രശ്നം കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മേടിച്ചിട്ടുള്ള ഒരു ക്യാമറ പോലും കളഞ്ഞിട്ടില്ല. എല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നിനുമല്ല, വിൽക്കാനൊന്നുമല്ല, നമുക്ക് അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നിട്ടുണ്ട്. തന്നെയല്ല ആദ്യഘട്ടങ്ങളിലൊക്കെ മേടിച്ചതൊക്കെ വെറും ലോക്കൽ ക്യാമറകളായിരുന്നു ആദ്യ സമയത്ത്. പിന്നെ മേടിച്ച നമ്മുടെ ഫോട്ടോ വീഡിയോ എടുക്കുന്ന SLR ക്യാമറ അതുവരെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കളഞ്ഞിട്ടില്ല, ആർക്കും വിൽക്കുന്നുമില്ല, നമ്മൾ സൂക്ഷിച്ച് വെക്കാമെന്നില്ല. അതുകൊണ്ട് ഈ SJCam ഒരു ദയവ് ചെയ്തൊരു ചെറിയ റിക്വസ്റ്റാണ്. എന്നെപ്പോലുള്ള ഒരുപാട് പേര് പെട്ടിട്ടുണ്ടാവും. ബാറ്ററി പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് പേര് പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ഒന്ന് മനസ്സ് വെക്കുക. നിങ്ങൾ ഇതിൻ്റെ ഒരു സ്പെയർ ഇറക്കി അത് മേടിച്ച് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചോട്ടെ. എന്നാലും നിങ്ങൾ ഈ സാധനം ഇറക്കിയല്ലോ. അത് നമ്മൾ കുറച്ച് പേരൊക്കെ മേടിച്ചിട്ടുണ്ട്. അത്യാവശ്യം സെയിലുള്ള ഒരു ക്യാമറയാണ് C300 അല്ല P100 200 C100. ഇത് രണ്ടും 300. ഈ മൂന്ന് കാറ്റഗറിയിലും അത്യാവശ്യം സെയിലുള്ളതാണ് ക്യാമറ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഫ്രണ്ട്സ്, അപ്പം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു വീഡിയോ ഒന്നുമില്ല, ടെൻ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് നമുക്ക് പോകുക. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം പിന്നെ കുറേ നേരമൊക്കെ ടെൻറ്റിനകത്തൊക്കെ കിടന്നു. അപ്പോൾ കാര്യമായിട്ടൊന്നും പിന്നീടൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ ടെൻ്റ് അടച്ചിട്ട് വെളിയിൽ ഇറങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കാൻ, ടെൻറ്റിൽ നിന്ന് നമ്മൾ വെളിയിൽ എപ്പോൾ ഇറങ്ങുന്നു അന്നിട്ട് നമ്മൾ മെയിൻ വലിച്ചെത്തണം, അല്ലെങ്കിൽ ജന്തുക്കളൊക്കെ അകത്ത് കയറും. പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ചില്ല, വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വലിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയോ. അപ്പം കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബൈ.